ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ നമ്മുടെ സയാൻ എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാട്ടോ. രാവിലെ നീറ്റ് കുറേ പഠിക്കുകയൊക്കെ ചെയ്ത് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് കുട്ടി വിശേഷങ്ങളും പിന്നെ നമുക്ക് കുറച്ച് വിരുന്നേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യട്ടോ. രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴ പെയ്യൂലേ എന്ന് നിങ്ങളൊരു ആശങ്കയിലാണ് കേട്ടോ. ഇന്ന് എല്ലാവരും നേരത്തെ നീക്കൊണ്ട് തന്നെ ഇസു നേരത്തെ നീറ്റിട്ടുണ്ട്. നേരത്തെ നീറ്റേൻ്റെ എല്ലാ പ്രശ്നങ്ങളും ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എക്സാം ഖുർആനായതുകൊണ്ട് പരീക്ഷ ചാട്ടി പെന്നും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഷെബിയാണ് കേട്ടോ കൊണ്ടാക്കി കൊടുക്കുന്നത്. ഓനെ എണീപ്പിക്കാനും കുറച്ച് ടാസ്ക്കാണ്, എന്നാലും ചിലപ്പോൾ എൻ്റെ പ്രാഗുണ്ടാവും കേട്ടോ. ഓന് ഇത്ര നേരത്തെ വിളിച്ചതിനൊക്കെ. ഓന് രാത്രി വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നേരം മുഴുകും. അപ്പോൾ ബൈക്കും എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തുടക്കാണ് കേട്ടോ. ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ച് തുടച്ച് കഴിഞ്ഞിട്ട് അത് വലിച്ചെറിയുന്നു. ഇവരൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വിട്ടിട്ടാണ്, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് വെക്കുക അങ്ങനെ പറയുന്നില്ല. ഒരൊറ്റ എറിഞ്ഞിട്ട് ഓൻ്റെ വാർഡ് നോക്കി പോയി. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ നല്ല ചൂടുള്ള നൂൽപുട്ടും മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സയാൻ വന്നിട്ടില്ല. സയാൻ എക്സാം കഴിഞ്ഞിട്ട് എന്താ പറയുക സിദ്ദിഖാക്കെ അർഷാക്കും ആരെങ്കിലും ആക്കി തരും കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടോടെ തന്നെ കഴിക്കുകയാണ്. വീട്ടിലെത്തിയുള്ളൊരു സുഖം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ടേബിളിൽ വന്നിരുന്നിട്ട് ഉമ്മ ചായ, ഉമ്മ ചോറ്, ഉമ്മ അത്, ഉമ്മ ഇത് അങ്ങനെ പറഞ്ഞായിട്ട് അപ്പോൾ ഒക്കെ നമ്മൾ ടേബിളിൽ ഇങ്ങനെ എത്തും. അപ്പോൾ ഉമ്മാരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ടല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നിടത്തൊക്കെ കൊടുന്നു തരുന്നത്. എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ആസ്വദിച്ച് നൂൽപുട്ടൊക്കെ കഴിച്ച് എന്നത്തെയും പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ എന്താ പറയുക, നമുക്ക് ഇവിടുത്തെ വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ വിറക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ മഴക്കാറും ഉണ്ട്, വിറകും വന്നിട്ടുണ്ട്. അപ്പം അമ്മ ഭയങ്കര ആശങ്കയിലാണ്, ഇപ്പോൾ ഇത് നനയോ ഇല്ലേന്ന് അറിയില്ലല്ലോ. ഇതേപോലെ ഒരു ഗൂഡ്സിലാണ് കേട്ടോ വിറക് വാങ്ങുക. 2400 തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ്. അതേപോലെ തന്നെ നമ്മൾ അവിടെയും ഗൂഡ്സിലാണ്, ഇവിടെയൊക്കെ ഗൂഡ്സിലാണ് കേട്ടോ വിറക് വാങ്ങാറ്. അപ്പോൾ എന്തായാലും നമ്മൾ വിറക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടുക്കിപ്പറക്കി വെക്കണം. രാവിലെ തന്നെ പണികളൊക്കെ തീർക്കുകയാണ് പെട്ടെന്ന്. നമ്മുടെ അടുക്കളയിൽ നിൽക്കണമല്ലോ, കുറച്ച് കുക്ക് ചെയ്യാനുണ്ട് വിരുന്നേരൊക്കെ വരുമ്പോഴേക്കിന്. അപ്പോൾ പൈനാപ്പിൾ കണ്ടപ്പോൾ തൊട്ട് ഇതിന് പൈനാപ്പിൾ എങ്ങനെയെങ്കിലും മുറിച്ച് തിന്നണം എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് സാധാ ചോറ്, പിന്നെ കറി, ഉപ്പേരി, മീൻപൊരി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പം അമ്മ ഇന്നത്തെ പോലെ തന്നെ ബിരിയാണി പ്രിപ്പറേഷനുള്ള പരിപാടിയാണ്. ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. റെസിപ്പി എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വല്ലാതെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഓരോ ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതമ്മ നല്ല മസാലയൊക്കെ തേച്ച് മിനുക്കി വെക്കുന്നുണ്ട്. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് മസാല ആക്കിയിട്ട് പിന്നെ ചോറ് സെപ്പറേറ്റ് അങ്ങനെ ഇട്ട് ഉണ്ടാക്കുക. എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ആദ്യം ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പ്ലാൻ ചെയ്ത് വന്ന് ലാസ്റ്റ് അത് ബിരിയാണിയിൽ എത്തി നിന്നു. കാരണം എല്ലാവർക്കും ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദേ ഇസുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ പൈനാപ്പിൾ കട്ടിങ്ങിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. അപ്പോഴേക്കും നമ്മുടെ ആൾക്കാരൊക്കെ എത്തുമ്പോഴത്തേനും ഒന്ന് തണുത്ത് കിട്ടുമല്ലോ. അപ്പം വല്ലാതെ തണുപ്പ് വേണ്ടേനും. അപ്പോൾ നമ്മളിതേ ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് പച്ച ചെയ്യണടാ, പഴുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞോട്ടെ. ഞാനപ്പം പറഞ്ഞു കുറച്ച് ഉപ്പും മുളകും ഇട്ട് തന്നാൽ മതി, എങ്ങനെയെങ്കിലും എനിക്ക് തിന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ജ്യൂസ് അടിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ചോറും കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മീൻ പൊരിക്കാണ്ട് കേട്ടോ. എല്ലാതും ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്മ ധൃതിയിൽ അതും ഇതുമൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ക്യാമറ ഉണ്ടായപ്പോൾ ചിലപ്പം ഉമ്മ നാട്ടി വിടും. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്ന് എല്ലാവരും വരുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വല്ലാതെ ഒന്നും ചെയ്യാൻ നിൽക്കാറൊന്നുമില്ല. അപ്പോൾ ആ ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഒരു ഇടങ്ങേറ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് എന്തെങ്കിലും ഒട്ടിലൊടുക്ക് പണികളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബിരിയാണിയിൽ കൈ വെക്കുമ്പോൾ സമ്മതിക്കില്ല, അത് ഉമ്മാക്ക് തന്നെ ഉണ്ടാക്കണം. പിന്നെ എന്താ വേറെ നമ്മൾ ഉള്ളി അരിയുക, പച്ചമുളക് അരിയുക, ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുട്ടി കുട്ടി പണികളൊക്കെ ഞാൻ ഇസും കൂടെ ചെയ്ത് കൊടുത്തേ. പിന്നെ സയാൻ ഇതുവരെയായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ. എത്തിയപ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇസുവിന് ജ്യൂസ് അടിക്കാത്തതുകൊണ്ട് ഭയങ്കര ശുഷ്കാന്തി കേട്ടോ. കാരണം അത് ജ്യൂസ് അടിച്ചിട്ട് വേണം കേട്ടോ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം എനിക്കൊരു ക്ലാസ്, പിന്നെ അമ്മച്ചിക്കൊരു ക്ലാസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ടാണ് ആളിൻ്റെ പിന്നിന്ന് പോയത്. ഇന്നത്തെ വിരുന്നേരം ആരൊക്കെയെന്ന് പറഞ്ഞില്ല അല്ലേ, ഉമ്മാൻ്റെ സിസ്റ്റേഴ്സാണ് കേട്ടോ വരുന്നത്. ഉമ്മാൻ്റെ 3 സിസ്റ്റർമാരും പിന്നെ അതിൽ ഒരാളുടെ എന്താ പറയുക, ഒരാളുടെ മരുമകളും പേരക്കുട്ടികളും, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും വരാത്ത കുറേ ആൾക്കാരുണ്ട്. വന്ന പേരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഭയങ്കര എന്താ പറയുക തിരക്കായിരുന്നു. ഞാനിങ്ങനെ തിരക്കായിരുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് കയറി വരുന്നുണ്ടാവും. എന്തായാലും തിരക്കായിരുന്നു പറഞ്ഞിട്ട് അല്ല, അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും വല്ലാണ്ട് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഇസുവിനോട് ജ്യൂസ് അടിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. ചെറുക്കൊന്നിനും സമ്മതിക്കില്ല. ഞാൻ അരിക്കുക, ഞാൻ ഇളക്കുക, ഞാൻ കലക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതേ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചോറും മസാലയും കൂടെ മിക്സ് ചെയ്തിട്ടില്ല.
അത് കഴിക്കാൻ നേരത്തെ മിക്സ് ചെയ്യാൻ കേട്ടോ വിചാരിക്കും. ദമ്മ ബിരിയാണി ഒന്നുമല്ല, ഇങ്ങനെ സെപ്പറേറ്റഡ് ആണ്. ഇതിലിപ്പം മല്ലിയിൽ വെതറാനുമ്മ മറന്നിക്കുക തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ വരുന്നവർ ഫസ്റ്റ് ടീം എത്തിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടീമിന് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് കാരണം ഒരു ഭയങ്കരമായിട്ട് നേരം വൈകിട്ടോ, ഒരു 3 മണിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടീമിന് ആദ്യം തന്നെ ഫുഡൊക്കെ കൊടുത്തേ. അപ്പോൾ നല്ല രസമുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. ഫിർദൗസ് പറഞ്ഞിട്ടൊരു അരിയാണ് കേട്ടോ. അത് നല്ലക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൂത്തന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവർ മൊത്തം 6 ആളാണ് കേട്ടോ. അതിൽ ഏറ്റവും ചെറുത് ഉമ്മയാണ്, പിന്നെ ഒരേ ഒരു മാമനാണ് കേട്ടോ ഉള്ളത്. വലിയമാക്ക് മൊത്തം 10 കുട്ടികളുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി ചെറുപ്പത്തിൽ തന്നെ എന്നാണ് ഞാൻ അറിഞ്ഞൊരറിവ്. എന്തായാലും എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ വിറക് ഒരു ചർച്ചാ വിഷയമായിട്ടോ, മഴ നനയെന്നൊക്കെ പറഞ്ഞിട്ട് വന്നവർക്കും നിന്നവർക്കും ഒക്കെ ഇടങ്ങേറാണ്. പിന്നെ നമ്മളെ ഇസൂര് ഇതേ അവിടെ കുട്ടീസ് ഒന്ന് വണ്ടി കളിക്കണത് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. അവൻ എങ്ങനെ പോലെ ഇറക്കി വിടാന്ന് ആലോചിക്കണം. ആ ചെറിയ പെണ്ണാണെങ്കിൽ ഒന്ന് നീച്ചെടുക്കണമെന്നല്ല കേട്ടോ. പിന്നെ അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഇത് ഒന്ന് കോംപ്രമൈസ് ചെയ്താണ്. അങ്ങനെ ഞങ്ങൾ മഴ വരുന്ന ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നവർ എല്ലാവരും കൂടെ നമ്മുടെ വിറകൊക്കെ ഒന്ന് സെറ്റാക്കി തന്നു കേട്ടോ. അത് മഴ കൊള്ളാത്ത രീതിയിൽ സൈഡിൽ കിട്ടാന്ന്. അപ്പം വിരുന്ന് വന്നവർക്കൊക്കെ പണി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ നൈസായിട്ട് എങ്ങോട്ടോ മുങ്ങിയിട്ടുണ്ട്, എങ്ങോട്ടോ പോയിക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ മുത്തമ്മയും അളിയനും എല്ലാവരും കൂടെ അതൊന്ന് സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ നോക്കി നിൽക്കുക എന്ന് വെച്ചാൽ എനിക്ക് വയ്യ എടുത്തിടാനൊന്നും. അങ്ങനെ മഴ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ അന്നത്തെ ദിവസം മഴ പെയ്തില്ല എന്നുള്ളതാണ് ഒരു സത്യമായ വിഷയം. പിന്നെ എല്ലാവരും ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചായയൊക്കെ കുടിച്ച് പിരിഞ്ഞു കേട്ടോ. വീട്ടിലൊരു ഓട്ടോ ഡ്രൈവർ ഉള്ളതുകൊണ്ട് എല്ലാവരും ഷെമീറാക്കൻ്റെ തലയിലാണ്, കാക്കയാണ് എല്ലാവരും ആക്കി കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻസൊക്കെ താഴെ അറിയിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ.